നിങ്ങളിലേക്ക് എത്തിക്കാൻ we wanted to do something. അതുകൊണ്ടാണ് we are starting a brand and that's what we are talking about. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ ഫാമിലീൻ്റെ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് മടുത്ത് ഇനി വയ്യ എനിക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ റെസ്റ്റ് എടുത്ത് നിൽക്കുമ്പോഴാണ് അടുത്തൊരു കോൺട്രവേഴ്സിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതങ്ങ് പറഞ്ഞാലാണല്ലോ നമ്മൾ വീഡിയോ അങ്ങ് കംപ്ലീറ്റ് ആവുക. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് നോക്കിയ സമയത്ത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ബൈ ഗൈസ്. ഓക്കെ, അപ്പോൾ കെ ഫാമിലിയുടെ കോൺട്രവേഴ്സി എവിടുന്ന് തുടങ്ങി എവിടെ എത്തി, എത്ര കോൺട്രവേഴ്സികൾ വന്നു, എത്ര സംസാരിച്ചു, എത്ര വീഡിയോ എടുത്തു, എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് വരെ വലിയ കുറേ വിവാദങ്ങളിൽ കൂടെ കടന്നുപോയി നമ്മൾ ആ വിഷയം അങ്ങ് നിർത്തിയതാണ്. കൃഷ്ണകുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂയോടുകൂടി നിർത്തി. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആവട്ടെ കെ ഫാമിലിയുടെ എന്ന് പറഞ്ഞെങ്കിലും അടുത്തൊരു കോൺട്രവേഴ്സി കെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു. അപ്പോൾ കണ്ടപ്പം എനിക്കെടുത്ത് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഇവരുടെ പേജ്, ഇവരുടെ പ്രൊഫൈൽസ്, അല്ലെങ്കിൽ ഇവരുടെ ഈ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ മനസ്സിൽ പോയിട്ടുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോ കൂടെ എനിക്ക് തരാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഹാനയും ഇഷാനിയും സിന്ധു കൃഷ്ണയും പിന്നെ ഒരാളുണ്ടല്ലോ അഹാന, ഇഷാനി, ഹൻസിക, ഇവർ 4 കൂടെ ചേർന്ന് ഒരു സാരി പേജ് അല്ലെങ്കിൽ ഒരു സാരി പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. പേജിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് പറയുമ്പം കിട്ടുന്നില്ല. സിയ ബൈ അഹാദിഷിക എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ സിയ ഓഫ് കോഴ്സ് സിന്ധു കൃഷ്ണയായിരിക്കും, പിന്നെ അഹാന ഉണ്ട്, ദിയ ഉണ്ട്, ഇഷാനി ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പേജാണ്. മെയിനായിട്ട് ഇവരിതിൽ കാണിക്കുന്നത് സാരീസാണ്. അപ്പോൾ ചില സാരീസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഇവരുടെ പേജിലെടുത്ത് നോക്കും. പേജ് നോക്കുമ്പോഴാണ് എടാ ഞെട്ടുക. 6000, 8000, 10000, 13000, 18000, എൻ്റെ അമ്മോ, 5000-ൽ കുറവുള്ള ഒരു സാരി പോലും ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ പേജിൽ കണ്ടിട്ടില്ല. ഭയങ്കര പ്രൈസി ആയിട്ടുള്ള സാരി. ഇത്രയും എനിക്ക് പേഴ്സണലി ഇത്ര വിലയുടെ സാരി ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് എനിക്ക് ഇത്രയും വില കൊടുത്തിട്ട് ഒരു സാരി വാങ്ങുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്നാൽ നല്ല പൈസക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവർ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തുടങ്ങിയ സമയം തൊട്ടിട്ട് ഈ പൈസേൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നൊരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ അഹാന സെയിൽ ചെയ്യുന്ന സാരീൻ്റെ ഒരു 2000 രൂപ കുറച്ചിട്ട് അതേ സെയിം സാരി വേറെ പല പേജുകളിലും വിൽപ്പനയുണ്ട്. ഇത് സെയിം സാരി. ആൻഡ് ആൾക്കാർ പറയുന്നത് അന്യായമായ വില കൂട്ടിയിട്ടിട്ടാണ് ഇവർ സാരി വിൽക്കുന്നത് എന്നുള്ളൊരു സാരമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കോൺട്രവേഴ്സി. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പേജ് കാണിച്ചു തരാം. ഇതാണ് പേജ്. 109K ഫോളോവേഴ്സും 6 ഫോളോയിങ് ആണുള്ളത്. ഞാൻ പറയാണ്ട് തന്നെ അറിയാം ഇവരുടെ കുടുംബത്തെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പേജിന് മെയിനായിട്ട് മോഡലായിട്ടുള്ളത് ഇഷാനി കൃഷ്ണ, ആഹാന കൃഷ്ണ, സിന്ധു കൃഷ്ണ, അൻസുബി. ഇവർ തന്നെ പല സാരികളിൽ പല ആംഗിളുകളിൽ നല്ല ഭംഗിയിലെടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ആൻഡ് ഇവരുടെ വെബ്സൈറ്റിലുള്ള കുറച്ച് സാരിയുടെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഒരു സാരി 6499, അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. രണ്ടാമത്തെ സാരി 8200, മൂന്നാമത്തെ സാരി 7499, നാലാമത്തെ സാരി 11999, പിന്നത്തെ ഒരു സാരി 8499, പിന്നത്തെ ഒരു സാരി 13499, പിന്നെ 8000, പിന്നെ 6000. ഏറ്റവും വലിയ കോമഡി, ഓരോ സാരിക്കും പേരുണ്ട് കേട്ടോ. ഒരു സാരീൻ്റെ പേര് നീലാമ്പൻ, ഒരു സാരീൻ്റെ പേര് കഥയിപ്പൂ, ഒരു സാരീൻ്റെ പേര് ശംഖുപുഷ്പം, ഒരു സാരീൻ്റെ പേര് വാടാമല്ലി. കുറേ പൂവിൻ്റെ പേരൊക്കെ ഇട്ടിട്ടുള്ള കുറേ സാരികളാണ് ഇതിലുള്ളത്. എല്ലാ സാരിക്കും അത്യാവശ്യം നല്ല പ്രൈസിയാണ്. 13000-ൻ്റെ ഒക്കെ സാരിയോ? ഓക്കെ ഫൈൻ. ഇനി സൈഡിൽ കൂടെ ഒരു വീഡിയോ പാസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോയിലെ സാരി അത്യാവശ്യം നല്ലൊരു സാരിയാണ്. അങ്ങനെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നും പറയാനില്ല. കണ്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കുള്ള ഒരു ഓണം ഔട്ട്ഫിറ്റ് സാരി. സാരിയിൽ ഫുള്ള് നല്ല ഫ്ലവർ ഡിസൈൻസ് ആണുള്ളത്.
അതൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ലോണം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല ക്യാമറ എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വീഡിയോഗ്രാഫി എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഏകദേശം ഈ സാരീനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഈ സാരിയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളത്. ആൻഡ് ഈ സാരിക്ക് ഇവരിട്ടിട്ടുള്ള റേറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സാരിക്ക് ഇവരൊരു പേരിട്ടിട്ടുണ്ട്. സാരീൻ്റെ പേര് രുക്മിണി എന്നാണ്. 7499 എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിംഗ് ത്രൂ ഔട്ട്. ദ പല്ലു ഫീച്ചേഴ്സ് എ ഫ്ലോറൽ എംബ്രോയിഡറി ജാൽ വൈൽ ദ പ്ലീറ്റ്സ് ക്യാരി ഫ്ലവേഴ്സ് creating a lovely sense of separation between the two. A cursive border along with the pallu adds a touch of gold, making the Daini saree instantaneously perfect for Onam. ഓണത്തിന് പറ്റുന്ന ഒരു സാരി, സാധാരണ ഒരു ഓർഗാൻസ സാരി, സൈഡിൽ കൂടെ ഒരു ഗോൾഡൻ ഇതുണ്ട്, ഫുള്ള് ഫ്ലവർ വർക്ക്സ് ഉണ്ട്. സാരിക്ക് ഇവരിട്ട പേര് രുക്മിണി എന്നാണ്. പൂവിൻ്റെ പേര് മാറി 7499. പക്ഷേ വാട്ട് സർപ്രൈസ് മീ ഈസ് വേറൊരു പേജിൽ ഇതേ സെയിം സാരിക്ക് 4000 സംതിങ്. നോക്കിയാലോ. ഇതാണ് ആ സാരി അല്ലേ. ഈ സാരിയും മറ്റേ സാരിയും തമ്മിൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല. എനിക്ക് രണ്ടും സിമിലർ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഇതേതേ പേജ് എന്ന് വെച്ചാൽ സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറയുന്ന ഒരു പേജാണ്. അതിനും 568K ഫോളോവേഴ്സും 242 ഉണ്ട്, 8000-ലധികം പോസ്റ്റും ഉണ്ട്. ഈ പെർട്ടിക്കുലർ പേജുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു. അതിൽ ഇത്രയേ ഉള്ളൂ. ഈ സാരീൻ്റെ റേറ്റ് എത്രയാണ് ചോദിക്കുന്നു. അവർ പറയുന്നു 4800 രൂപയാണ് ഉള്ളത്. പ്രീ ബുക്ക് ചെയ്യണം, 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങൾ ഡെലിവറി ചെയ്യും. 4800. അവിടെ പറഞ്ഞ റേറ്റ് ഓർമ്മ ഉണ്ടല്ലോ. 7499 ടു 4800 വ്യത്യാസം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ചോദിച്ചു, ഇത് അഹാനേൻ്റെ പേജിലുള്ള അതേ സാരി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു സെയിം സാരിയാണ് മാഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാറ്റാണ്. ശരിക്കും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ ദെൻ ഹൗ ക്യാൻ ദ പ്രൈസ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പ്രൈസ് എന്തത്ര വ്യത്യാസം എന്ന് ചോദിച്ചു. വെൻഡറിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് മാം പ്രൊഡക്റ്റ് പ്രൈസ് വരുന്നത്. അവർ പ്രൈസസ് 4800. ഇത്രയേ ഉള്ളൂ. അഹാന കാണിച്ച അതേ സാരി തന്നെ ഈ 7499 കൊടുക്കുന്ന അതേ സാരി ഇപ്പുറത്തെ സൈഡിൽ വിൽക്കുന്നത് എത്രയ്ക്കാണ്? 4999 രൂപയ്ക്കാണ്. അപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഫെയിമിൽ നിന്നുകൊണ്ട് സാരി വിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ പൈസ കുറച്ച് കൂട്ടി വാങ്ങുന്നു എന്നുള്ളൊരു കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ വന്നത്. ഇനിയിപ്പം ഇതിൻ്റെ താഴെ വരാൻ പോകുന്ന കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടി. ആദ്യത്തെ ഒരു കമൻറ്റ്, വേണ്ടവർ വാങ്ങിയാൽ പോരെ. ആടാ, ഞാൻ വാങ്ങാൻ പോകുന്നില്ല പേഴ്സണലി. ഞാൻ തുറന്ന് പറയാലോ, എനിക്ക് ഇത്രയും പൈസയൊന്നും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ആൻഡ് വേണ്ടവർ മാത്രം വാങ്ങിയാൽ മതി. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, അവരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ അനീതികൾ കാണിച്ചാൽ എടുത്തു പറയാം. ഇതേ സാരി വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ 7500 രൂപ ചിലവാക്കാനില്ല. അവർക്ക് എവിടുന്ന് സാരി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഈ പേജിൽ നിന്ന് വാങ്ങിക്കുമോ സെയിം സാരി ഇതിൽ കിട്ടുമെന്നുള്ളത്. എന്തിനാ നമ്മൾ ഈ വെറുതെ ഈ കള്ളത്തരത്തിൽ പോയി വീണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന 2000 രൂപ കൊണ്ടുപോയി കളയുന്നേ? ഈ അഹാനെ തരുന്ന ഈ സാരി തന്നെ മാത്രം കൊടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആ സാരി മാത്രം വാങ്ങി കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ആയിക്കോട്ടെ. ക്വാളിറ്റി ഡിഫറൻസ് പറയാൻ 2 സാരിയും കയ്യിൽ വെച്ച് നോക്കേണ്ടി വരും. ബട്ട് ഐ ബിലീവ് ഇവർ വളരെ ക്ലിയർ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. 2 വീഡിയോഗ്രാഫ്സും കണ്ടതിൽ കൂടെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വലിയ ക്വാളിറ്റി വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് രണ്ടും ഏകദേശം ഒരുപോലെ ക്വാളിറ്റി എന്ന രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇനി എത്ര ക്വാളിറ്റി വ്യത്യാസം വരികയാണെങ്കിലും 2000 രൂപ കയറ്റാൻ മാത്രമുള്ള ക്വാളിറ്റി വ്യത്യാസം എന്താ? ഓർഗാൻസ തുണിയിലാണോ ഈ ക്വാളിറ്റി വ്യത്യാസം വരുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇതിൻ്റെ ക്ലോത്ത് ഓർഗാൻസ ക്ലോത്ത് നമുക്കറിയാം. അപ്പോൾ ഈ നമ്മൾ ഓർഗാൻസ തുണി വാങ്ങി തുണി തുന്നുന്നതൊക്കെയാണ്. അത്ര എക്സ്പെൻസീവ് സൈഡിലുള്ള സാധനമൊന്നുമല്ല. അല്ല, സിൽക്കൊക്കെ ആവണം. സിൽക്ക് ആവുമ്പോൾ തന്നെ സാധാരണ ലോക്കൽ സിൽക്ക്, കൂടിയ സിൽക്ക്, ഗോൾഡ് സെറി സിൽക്ക്, സിൽഫർ സെറി സിൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഇത് സാധാരണ ഒരു ഓർഗാൻസ തുണിയാണ്. പിന്നെ വലിയ മിറർ വർക്ക്സ് ഒന്നുമില്ല, ത്രെഡ് വർക്ക്സ് ആണുള്ളത്. ചിലപ്പോൾ ത്രെഡ് വർക്കിൻ്റെ എഫോർഡിനായിരിക്കും. എനിക്കറിയില്ല എങ്ങനെ ഇത്രമാത്രം വില വ്യത്യാസം വന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റവർക്ക് ലാഭമല്ലല്ലോ. മറ്റവരെന്തിനെങ്ങനെ ലാഭം കുറച്ച് വിൽക്കുന്നത്? എന്താണ് പേജ് സെറീന പറയൂ, നിങ്ങൾ എന്ത് കളിയാണ് കളിക്കുന്നത്? മിഥില എന്താണ് മിഥില? അവർ വിൽക്കുന്നത് പോലെ വില കൂട്ടി വിറ്റൂടെ? ഇതാണ് കള്ളത്തരം. ഞാനിത് പറയാണ്ടായിരുന്നൊരു മെയിൻ റീസൺ എന്താ അറിയോ? ഇപ്പോൾ ദിയ കൃഷ്ണേൻ്റെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഈ യൂട്യൂബ് വീഡിയോയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം അവർ തന്ന പ്രൊഡക്റ്റിന് എന്തോ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് വന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഈ ആശ്ചര്യപ്പിച്ചൊരു സാധനം എന്താണെന്ന് വെച്ചാൽ,
62 ലക്ഷം രൂപയോ അല്ല 64 ലക്ഷം രൂപ എങ്ങാനുമാണ് കറക്റ്റ് ഈ ദിയയുടെ ഷോപ്പിൽ നിന്ന് ദിയയുടെ സുഹൃത്തുക്കൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് വലിയ ഡിസ്കഷനും കേസും ന്യൂസും അതും ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ 62 ലക്ഷം രൂപ പോയിട്ടും ഇവർക്ക് ഒരു വിഷയവും ഇല്ല, ഒരു സീനും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കോ ഒരു വീഡിയോയോ ഒരു വർത്താനോ ഒരു ഡയലോഗോ ഒന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നു, സെറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവർക്ക് ഇത്രമാത്രം പൈസ ഇവരുടെ കയ്യിലുണ്ടോ? ഇത്ര പൈസയൊക്കെ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ഇത്രമാത്രം പൈസ കയ്യിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണോ ഇവർ പൈസ ഉണ്ടാക്കുന്നത്? 10 റുപ്യേൻ്റെ സാധനത്തിന് 500 റുപ്യ പറഞ്ഞ് വിറ്റിട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? പിന്നെ സാരി എന്ന് പറയുന്നതിന് ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു സാരി തന്നെ ഇട്ട് 100 കല്യാണത്തിന് പോകുന്നൊന്നും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. മാക്സിമം 3, 4, 5. അത് കഴിഞ്ഞാൽ നമുക്ക് സാരി മാറ്റാനുള്ള താല്പര്യം പൊതുവേ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇത്രത്തോളം പൈസ കൊടുത്തിട്ട് ഇവരെ പേജിൽ നിന്ന് 7000-ന് വാങ്ങണമെന്നില്ല. ഈ സാരി ഇത്ര ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ പേജിൽ നിന്ന് വാങ്ങിയാൽ മതി. പിന്നെ അത്ര പൈസ ഇങ്ങനെ കയ്യിലുള്ള ആൾക്കാർ വേണമെങ്കിൽ പോയി വാങ്ങിക്കോട്ടെ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഗുഡ്. ഇതിനു മുമ്പ് ഇവർക്കൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഞാൻ ആ ന്യൂസ് ചെറുതായിട്ട് സൈഡിൽ കൊടുക്കാം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്കിനും വ്യൂസിനും സാധാരണക്കാർ സാരിയെല്ലാം പണക്കാർക്കുള്ളതാണ്, അഹാനയുടെ ബിസിനസ്സിനെതിരെ വിമർശനം. അന്ന് ഇവർ ഈ ബ്രാൻഡ് ഇറക്കിയ സമയം തൊട്ടിട്ട് ഇവരുടെ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സിയാണ്. കാരണം ഇവർ മനസ്സിലാക്കണം, ഇവരുടെ ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എടോ എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിൽ ചിലപ്പം അഹാന അത് ടാഗ് ലൈൻ, കൃഷ്ണകുമാർ മക്കളുടെ ടാഗ് ലൈൻ ആകുമ്പോൾ അവർക്ക് ഈ സാധാ നോർമൽ റേറ്റിൻ്റെ സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. സോ അവരെയും കുറ്റം പറയരുത്. അപ്പോൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള സാരിയല്ല. 10,000, 20,000, 30,000 വിലയുടെ സാരി കിട്ടണമെങ്കിൽ കം ടു അഹാന കൃഷ്ണ. കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളറല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ. കണ്ടോ, ഇവര് ഇറക്കുന്ന സാരിയുടെ തന്നെ അതേ മോഡലിലുള്ള സാരീസ് വേറെ കുറേ പേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്തായാലും അവരത്ര പ്രൈസി ആയിരിക്കില്ല. സോ ഇങ്ങനത്തെ സാരി വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആൾക്കാർക്ക് വേണേ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വേറെ പല പേജിൽ നിന്ന് അഫോർഡബിൾ ആയ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ വീഡിയോൻ്റെ താഴെ വന്ന കുറച്ച് കമൻസുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അവരിട്ട കുറേ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. 2000-ന്റെ സാധനം 20,000-ന് വിൽക്കുന്ന പരിപാടി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് സാരി ബിസിനസ് ചെയ്യുന്നു, ഇത്രയും കൊള്ള ലാഭം ആരും എടുക്കുന്നില്ല. ഇത് ആൻ ഫ്രാങ്ക് Z51 എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ ആ ഫോട്ടോയിൽ വന്ന കമൻ്റാണ്. അത് 819 ലൈക്കും വന്നിട്ടുണ്ട് ആൻഡ് 3 റിപ്ലൈസ് ഇതിൻ്റെ താഴെയും വന്നിട്ടുണ്ട്. കാരണം 2000-ന് നിൽക്കുന്ന സാരി 20,000. ഇതൊരു കമൻറ്റാണ്. ആൻഡ് മറ്റവരിട്ട സാരി കമൻറ്റിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്, ഈസ് ദിസ് ദ സെയിം സാരി രുക്മിണി ദാറ്റ് യു ആർ സെല്ലിംഗ് വിയ സിയ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ആനേൻ്റെ പേജിലിടുന്ന അതേ സാരി തന്നെയാണോ എന്ന് ചോദിച്ചു. യെസ്, വളരെ കോൺഫിഡൻസോട് കൂടി ഒരു പേജുകാർ വന്നിട്ട് പറയുകയാണ് അതെ ആനേൻ്റെ ഇതിലിടുന്ന അതേ സാരി തന്നെയാണ് ഇത് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും അവർ പറയില്ലല്ലോ, സെയിം സാരി ആയതുകൊണ്ട് തന്നെയല്ലേ. പിന്നെ ആൾക്കാർ ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറിയോ, വാങ്ങിയോ. എന്നെ കൊണ്ട് വയ്യടാ, 7,500 റുപ്യയ്ക്ക് ഒരു സാധനം പോയി വാങ്ങി 4,000 വാങ്ങി 2 ആക്കാൻ. വിൽക്കുന്ന പേജുകാർ തന്നെ പറയുന്നു അതെ ആനേൻ്റെ പേജിൽ വിൽക്കുന്ന അതേ സാരിയാണ് ഞങ്ങൾ വിൽക്കുന്നതെന്ന്. പിന്നെ അതിലും പകരം എന്താ വേണ്ടത്? ഇനി അത്രത്തോളം ആക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം. നിങ്ങൾ ഈ 2 സാരിയും വാങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടും. ആ വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ കയറി സംസാരിക്കാം. എന്നിട്ട് ഞാൻ തന്നെ പറയാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്. ഓക്കെ, ഇത് ഒരു കോമൺ സെൻസ് ഉള്ള വ്യക്തികൾക്ക് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഓഫ് കോഴ്സ് പല ആൾക്കാരും ഫ്ലിപ്കാർട്ടിലുള്ള ഡ്രസ്സും മീഷോയിലുള്ള ഡ്രസ്സും കമ്പയർ ചെയ്ത് വീഡിയോ ഇടലുണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലുള്ള ഡ്രസ്സും മിന്ത്രയിലുള്ള ഡ്രസ്സും കമ്പയർ ചെയ്ത് ഇടലുണ്ട്. പക്ഷേ ഇത് പേജസ് ആണ്. ഈ പേജസുകാർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ 2 വീഡിയോസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ അതവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി വ്യത്യാസം കൊണ്ടാണ് 2000 കയറ്റിയത് എന്നൊന്നും പറയേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് ഇടാം.
എന്തായാലും ഇടുന്നുണ്ടെങ്കിലും ഇടുന്നില്ലെങ്കിലും ഇവരെ പേജിൽ ഏതെങ്കിലും സാരി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വില കുറവിൽ ഈ സെയിം സാരി വേറെ പല പേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവർ ഈ ഒരു ബ്രാൻഡ് ഓൺ ചെയ്ത സമയത്ത് ഇവരൊരു വീഡിയോ ഇട്ടിരുന്നു, അതൊന്ന് കാണണ്ട, കാരണം അതൊന്ന് കണ്ട് ചിരിക്കാം. വേണ്ട, അമ്മ പറയട്ടെ. ഇല്ല, ഒരു ചേഞ്ചിന് ഇഷാനി പറ. Okay, so we have a new beginning. ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് സാരീസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സാരി എവിടെന്നാ മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ. അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത്, ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വി വാണ്ടഡ് ടു ഡു സംതിങ്. അതുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിങ് എ ബ്രാൻഡ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷനാണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ? ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ എ കളക്ഷൻ ഡ്രോപ്പ്. വളരെ കുറച്ച് പീസസ് ഉള്ള, എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിൻ്റെ. എനിക്ക് തോന്നുന്നു അഹാനേൻ്റെ പേജിലാണ് ഞാൻ കണ്ടത്, അതിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരിടുന്ന സാരികൾ അപ്പോൾ മേ ബി ഇവർ ഇത്ര എക്സ്പെൻസീവ് ആണ്, ഇവർ 10,000, 15,000, 14,000, 8,000, 6,000, 7,000 ഈ റേറ്റിൻ്റെ സാരികളാണ് ഇവരിടുക. അപ്പോൾ ഓഫ് കോഴ്സ് ഇവർക്ക് ആ സാരിയെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇവർ ആ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അതായിരിക്കും ഇവർ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഇവരുടെ പേജിൽ കൂടെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവർ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവർ വാങ്ങുന്ന 10,000 സാരീൻ്റെ ഒരു 10 എണ്ണം വാങ്ങിയിട്ട് ഈ 10 എണ്ണം വേണ്ട ഒരു 10 ആൾക്കാർക്ക് വിൽക്കും. അതിൽ കൂടുതൽ ഇവർ വാങ്ങുന്നില്ല. കാരണം ഇവർക്ക് നല്ല വൃത്തിയിലറിയാം ഈ 10,000 രൂപയ്ക്ക് 14,000 രൂപയ്ക്കൊക്കെ സാരി വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളത്. ആൻഡ് അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ കുറവായിരിക്കാം എന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ടായിരിക്കാം കുറച്ചാക്കിയത്. കുറച്ചാക്കുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം കുറേ കൊണ്ട് വെച്ചിട്ട് ആരും വാങ്ങി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, നല്ല ലൈറ്റിങ്ങിൽ, നല്ല ക്യാമറയിൽ, നല്ല മേക്കപ്പ് ഇട്ട് കൊണ്ടിട്ട് ഈ സാരീസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് നല്ല ലുക്ക് തോന്നുന്നുണ്ടാവും. ആ ലുക്ക് കണ്ടിട്ടായിരിക്കും പലരും വാങ്ങുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നൊരു പൈസ പുറമേക്ക് സ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം വേർത്ത് ആണോ എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാം, റെഫർ ചെയ്യുക. ഇന്ന് സാരീസിൻ്റെ പേജസ് ഇല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ സാരി പേജ് നടത്തുന്ന എത്രയോ ടീമുണ്ട്. ആൻഡ് സെലിബ്രിറ്റീസ് തന്നെ എത്രയോ ടീമുകൾ, ജ്വല്ലറി, സാരി, മേക്കപ്പ്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അത് ഇത് എന്ന് പറഞ്ഞ് ഒരുപാട് പേജസ് തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു ബൈ സംതിങ്. സോ ഒരിക്കലും എവിടെയെങ്കിലുമൊക്കെ പോയി വീണ് വെറുതെ അധികം പൈസ കൊടുത്തിട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാണ്ട് നന്നായി ആലോചിച്ച് നോക്കി കണ്ട് റെഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റർഡ്.